ഹായ് ഓൾ, അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ എന്നില്ലെങ്കിൽ ഇത് 1-2 ദിവസത്തെ വീഡിയോ ഒന്നുമല്ല. എപ്പോഴും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ വീഡിയോ ഇടുന്നത്. ഒരു 5-6 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് ഇടുന്നതല്ലേ. ഇടയിൽ ഇടണമെന്നിരിക്കുന്നത്, പക്ഷേ ടൈമില്ലേ ഇല്ല. ഒരു ഇത്തിരി ഗ്യാപ്പ് കിട്ടുന്നെങ്കിൽ ഞാൻ എഡിറ്റ്. പക്ഷേ അങ്ങോട്ടും ആയിട്ട് ഒരു വക ബിസി തന്നെ അത് അങ്ങനെ. അപ്പോൾ അതാ നല്ല കാറ്റും മഴയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ കാറ്റും മഴയും എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ചായ കുടിക്കാനില്ലേ വേറെ തന്നെ ഒരു വ്യൂ ആണെന്നറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഊഞ്ഞാലിരുന്നിട്ടില്ലേ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാ നോക്കിയേ, അമ്മായിൻ്റെ മേരം മറിഞ്ഞത് ഞാൻ കാണിച്ചില്ല. ഇച്ചാൻ്റെ നല്ല കാറ്റും മഴ വന്നിട്ടാകുമ്പില്ലേ അങ്ങനെ മറിഞ്ഞതാന്ന് പറഞ്ഞാൽ മറ്റേ മുരിങ്ങൻ്റെ തൈ. അതിന് പിന്നെ അത്ര തന്നെയല്ലേ ഉറപ്പില്ലാത്തൊരു മരമല്ലേ അത്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെതാ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ മിതാദിൻ്റെ ഓരോതലോ പുതിയ ഡ്രസ്സൊന്നും ഞാൻ മിഷനിൽ ഇപ്പോൾ ഇടലില്ല. കയ്യിലെല്ലാം ഒന്ന് അലക്കിയിട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ കിച്ചണിൽ തന്നെ ഉണ്ടല്ലോ ഒരു കല്ല്. അപ്പോൾ അലക്കാൻ നല്ല പാങ്ങാണ്. അപ്പുറത്തെ പാത്രം കൊന്നാൽ ഇപ്പുറത്തെ ഡ്രസ്സ് അലക്കുന്നത് നല്ല പാങ്ങുണ്ടോ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ദോശ ചൂടാ അപ്പം ചൂടാ എന്തുകൂടാ എനിക്ക് അങ്ങനെ. അപ്പം അന്ന് തന്നെ നമുക്ക് സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ട്. അതിന് സമൂസ, പിന്നെ ചിക്കൻ കോണ്, ഉന്നക്കായ, കട്ട്ലേറ്റ് അങ്ങനത്തെ എല്ലാം. അങ്ങനെ ഞാനില്ലേ എല്ലാത്തിൻ്റെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ട് എടുക്കുന്നതുണ്ട്. അത് നിങ്ങൾ ക്യാബേജിൻ്റെ കളർ കണ്ടില്ലേ, ബ്ലൂ കളർ പർപ്പിള്, അതാ മറ്റേ പർപ്പിൾ ക്യാബേജാന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഇട്ടത്. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നല്ല ടയർഡായിട്ടുണ്ടായി. 2-3 ദിവസം ഓർഡർ തന്നെ ഉണ്ടായി. അപ്പോൾ ബാബീൻ്റെ അടുത്ത് ചോറ്, കറി, മീൻ കറി എല്ലാം കൊണ്ടുവന്നിന്. ഇന്ന് കുറേ പണിയെടുത്തല്ലേ. ഇന്ന് നീ എന്താക്കണ്ടായിട്ടില്ലേ, ഉമ്മാൻ്റെ ചക്കക്കുരു, ബാബിൻ്റെ മീൻ കറിയും ചോറും. ഞാൻ തരുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ടായിട്ടില്ല, അതാന്ന് പറഞ്ഞാൽ. അപ്പോഴും നല്ല മഴയാണ്. മുറ്റാലില്ല അങ്ങനെ കച്ചറയിന് എന്തെങ്കിലും പഠിക്കലേയില്ല. ശരിക്കും പറഞ്ഞാൽ അടിക്കലില്ല. മഴ എന്നല്ല അടിക്കാൻ കഴിഞ്ഞില്ല. കുമ്പളക്ക ഫങ്ഷന് ഏടെ തന്നെ സ്ഥലം കാണിച്ചു. അതില് താജ്മഹൽ കെട്ടി അങ്ങോട്ട് എന്തല്ലോ ആക്കുന്നത് ഞാൻ തലന് ആ ഷോക്സ് മാച്ചായിട്ട് അങ്ങനെ എന്ത് കഥയെന്നറിയോ, രാത്രി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പോൾ ഒരു കൂടിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടില്ലേ ആടത്തേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ തന്നും ഇതും അതെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ഇങ്ങനെ പോകലാന്ന്. അപ്പം ഞാൻ പോകുമ്പോഴേക്കില്ലേ എപ്പോഴും നമ്മൾ ലേറ്റ് തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ലേറ്റായിന്. പക്ഷേ ഫുഡെല്ലാം ഉണ്ടായിന്. പക്ഷേ ഡെസേർട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇത് പങ്ക് കിട്ടിയത് ബക്ലാവ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. പിന്നെ സാലഡ് അതെല്ലാം. പിന്നെ വേറെ എന്തെല്ലോ ഐറ്റംസ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് നേരെ കാണിക്കാവേ. പിന്നെ ബട്ടർ ചിക്കന്, ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ കറി, ന്യൂഡിൽസ്, അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിന്. ബിരിയാണി സംഭവങ്ങളെല്ലാം അതെല്ലാം ഉണ്ടായിന്. ഒരു വകയുള്ള ഈ സ്പെഷ്യൽ ഐറ്റംസ്, ജ്യൂസ് അങ്ങനത്തെ എല്ലാം ഇല്ല, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ബ്രോസ്റ്റഡ് എല്ലാം നല്ല ഇങ്ങനെ ചൂട് ബ്രോസ്റ്റഡ് തിളക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്ത് നല്ല മയക്കി തരും മജന്നറിഞ്ഞ എല്ലാവർക്കും. അങ്ങനെ അപ്പോൾ എൻ്റെ എത്തിയോരെല്ലാം ഫസ്റ്റ് ഡേ വന്നിട്ട് പോയിന്. ഞാൻ ഈ ഓർഡർ ഇത് ഉണ്ടോണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഞാനും മക്കളെല്ലാം വന്നിട്ടില്ലേ പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബിസിയാക്കുന്നുണ്ട്. ഓറ് പോയി നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയല്ലേ ഏട്ടത്തിമാരെല്ലാം പോക്കിങ്ങനെ വേറെ പോക്കില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചെല്ലുന്നുണ്ട്. ഓറ് വന്നിട്ട് പോയല്ലോ നീ എന്താ ലേറ്റായ, ഓറ് വന്നിട്ട് പോയല്ലോ നീ എന്താ ലേറ്റായെന്ന് എല്ലാം എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെതാ ചൂട് നെയ്പ്പത്തിലും ചൂട് മറ്റേ ബ്രോസ്റ്റഡും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് അറിയാം. പിന്നെ അങ്ങനെ മെഹദും നമ്മളും എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ മൊജിത്തവും സാലഡും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. ഒരു വക വെറൈറ്റി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഞാൻ അടുക്കത്തുമ്പോൾ 9:30 ആ ഒരു ടൈം എന്തോ അതിനെന്ന് തോന്നുന്നു. ഇതാന്ന് ബക്കല പറഞ്ഞാൽ ചോക്ലേറ്റിൽ ഡിപ്പാക്കിയിട്ടുള്ള അത്. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി. അതിന് മുമ്പിൽ അവിടെ ഉണ്ടായ ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിക്കാവേ. ഇത് വീഡിയോസിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ ഞാൻ അതിൻ്റെ പാട്ടൊന്ന് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. നോക്കിയാൽ പാനിപൂരി, ചായ, പിന്നെ വെൽക്കം ആയിട്ടില്ലേ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടായതിന് എന്താ പറയുക കോക്ടെയിൽ അതിനറിഞ്ഞാൽ അത് ഭയങ്കര മിസ്സായി, നല്ല പറയുന്നുണ്ടായിന്. പിന്നെ പൊറോട്ട സംഭവങ്ങളെല്ലാം. പിന്നെ അവിടെ കയറിയിട്ട് വരുന്ന ആൾക്കില്ലേ ഒരു ഇതുണ്ട്, എന്ത്
ഒരു പെർഫ്യൂമും ഒരു ഡേറ്റ്സും ഉണ്ട്. പിന്നെ ചായ, എണ്ണക്കടി, അത് ഇത് മറ്റേ മറിച്ച് എല്ലാം ഉണ്ടായിരുന്നു അറിയാം. മാഷാ അല്ലാഹ്. ആ കഴിക്കുന്നതിനേക്കാളും മജ എന്താ പറയുക, ആ ഒരു സെറ്റപ്പാണ്. ആ വെച്ച ഒരു സ്റ്റൈലും വിളമ്പിയ ഒരു സ്റ്റൈലും അല്ലേ, ഡെക്കറേഷനും ഐറ്റമും മാഷാ അല്ലാഹ് നല്ല ഉണ്ട് കാണാനല്ലേ. കഴിക്കുന്നതിനേക്കാൾ ലുക്ക് അതൊരു കാണാനാണ്. ആ മുജിത്തും ഇങ്ങനെ വെക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ ക്യാരറ്റ് ഹൽവ, പിന്നെ ഡെസേർട്ടായിട്ട് കുറേ ഐറ്റം വേറെ വേറെ ഉണ്ടായിരുന്നു അറിഞ്ഞാൽ. അപ്പോൾ ഇതാണ് അത്തറ്. എല്ലാവർക്കും ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾക്ക് ഓരോരോ അത്തറാണെന്ന്. അപ്പോൾ ഇതപ്പോൾ ഒരു കൂടിൻ്റെ പെങ്ങളെ മോളാണ്. ഇത് ഭയങ്കര എൻ്റെ ഫാൻസാന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു വീഡിയോ മിസ്സാക്കലില്ല എന്നതിൽ കുറേ പിമ്പളക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ കാണുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല, എല്ലാവർക്കും നനക്കടായി. ഇതെല്ലാം എൻ്റെ യൂട്യൂബ് നോക്കുന്ന ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ വരുമോ മറ്റന്നാളത്തെ വീഡിയോയിൽ വരുമോ അല്ലേ. എപ്പോൾ വരും എന്നൊക്കെ എന്നെ അറിയാലോ, എടുത്തിട്ട് വെക്കുന്നത് എന്നിട്ടില്ല, എല്ലാം കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് നീ എന്തിനു ലേറ്റായിട്ട് വന്നത്, വേഗം വരാന്താ, നല്ല നല്ല വീഡിയോസെല്ലാം നിങ്ങൾക്ക് മിസ്സായില്ലേ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. പൊരക്കാറ് ഒരു വകയുള്ളവരെല്ലാം കഴിഞ്ഞു, എന്നിട്ട് ലാസ്റ്റ് പൊരക്കാറ് ഫുഡ് കഴിക്കുന്നത് ഇതാണ്. എന്നിട്ട് അവരോട് ബിസി എല്ലാക്കിയിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉള്ളിലോട്ട് പോയതാണ്. അപ്പോഴും ചായ എല്ലാം തളിച്ചുകൊണ്ടുണ്ട്, കടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചായൻ്റെ അടുത്തൊന്നും നിന്നില്ല. പിന്നെ നേരെ ഉള്ളിലോട്ട് പോയി. കയറുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നീ എന്താ ലേറ്റായ, നീ എന്താ ലേറ്റായ, എന്താ ലേറ്റായ പറഞ്ഞൊരു വിധമായി അറിഞ്ഞാൽ. പണിയെല്ലാം ഫിനിഷായിട്ടില്ലേ മാഷാ അല്ലാഹ്, നല്ല സെറ്റപ്പ് വരെ അറിഞ്ഞാൽ. കിച്ചണിൻ്റെയോ ഞാൻ നേരെ പോയത് കിച്ചണിലോട്ട്. ഹോളില് ബെഡ്റൂമിലവിടെ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാവരും നിന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ നിന്നിട്ടില്ല. എന്നിട്ട് നേരെ കിച്ചണിലാവുമ്പോൾ കിച്ചണിൽ അങ്ങനെ ആഹാരമില്ല. അപ്പോൾ ഞാൻ നേരെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. മിതാദു, ഞാനും പിള്ളമാറും എല്ലാവരും ഉണ്ട്. നല്ല കിച്ചൺ കണ്ടിട്ടില്ല, ആ കിച്ചണിൻ്റെ മൊഞ്ചിങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. അതിനെ കപ്പ് വെച്ച ആ സ്റ്റൈലും എല്ലാം ആയിട്ട് നല്ല ഉണ്ടായി ഞാൻ നോക്കിയാൽ. നല്ല നല്ല കപ്പ് വെയ്റ്റ്ലെസ്സാണ് ഇതെല്ലാം. ഞാൻ വെയിറ്റോടെ ഇങ്ങനെ പൊക്കിയത്, പക്ഷേ നോക്കുമ്പോൾ വെയ്റ്റ്ലെസ്സാണ് ഇതെല്ലാം. ഇങ്ങനെല്ലാം കാണുമ്പോൾ എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് ഇങ്ങനത്തത് വേണമെന്ന് ഒരു ആശയില്ല. എന്തെങ്കിലേ എനിക്കിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനത്തെ എല്ലാം സെറ്റപ്പ് ആക്കിയെങ്കിൽ അത് അങ്ങനെ കൊണ്ട് നടക്കണോ, അല്ലെങ്കിൽ അതൊരു ഇപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം സെറ്റിലുണ്ടാവും. 2 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം തനി നിറ പുറത്ത് വരുന്നത്. അതുകൊണ്ടില്ല എനിക്ക് എൻ്റെ വരലാക്കാൻ ഇഷ്ടമില്ല. ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം. അതിനെ കാണാനും അതിനെ നോക്കാനും അതിൻ്റെ അടുത്തിരിക്കാനും നിൽക്കാനും ഇതാക്കാനെല്ലാം എന്തോ ഒരു ഇഷ്ടം. അങ്ങനത്തെ ഒരു പറഞ്ഞറിയിക്കാനറിയില്ല, അത്ര ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ്. അങ്ങനെ അപ്പോൾ നമുക്ക് ഓർഡറും കാര്യങ്ങളെല്ലാം എപ്പോഴും കച്ചറല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം സെറ്റപ്പിൽ വേണമെങ്കിൽ അധികം പുരയിൽ പണിയും കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവാങ്ങല്ല. ഇതിങ്ങനെ സെറ്റപ്പിൽ തന്നെ പണി കിച്ചണ് അന്നെങ്കിലും മജ അല്ലേ. അപ്പോൾ അത് അപ്പൊരുക്കായിരിക്കും വന്നിട്ടുണ്ട് കിച്ചണിലോട്ട്. അങ്ങനെ ഇങ്ങനെ ഓരോന്നിനും അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ. അപ്പോൾ നല്ല നല്ല ബൗളും കാര്യങ്ങളും പകുതി നാട്ടിൽ നിന്ന് എടുത്തത്, പകുതി സിറ്റി സെൻറ്ററിൽ നിന്ന് മാളിൽ നിന്ന് ഇങ്ങനെ നല്ല പറയുന്നുണ്ടോളൂ. പകുതി ഗൾഫിൽ നിന്ന് കൊടുക്കുന്നത്, പകുതി സിറ്റി സെൻറ്ററിൽ നിന്ന് മാളിൽ നിന്നെല്ലാം. അങ്ങനെ ഓളെ ഡ്രസ്സും ഡിസൈനാക്കിയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ല ഉണ്ടായിരുന്നു. ഡ്രസ്സ് ഒരു കിച്ചണിലേക്ക് ഒരു മാതിരി ഒരു മെച്ചായ കളർ നിന്നിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് 2ാമത്തെ മോളാണ്. വലിയ മോളെ വീഡിയോസിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടുണ്ടായി ഓളെ ഫ്രണ്ടിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഓരോരോ ഡെക്കോർ ഐറ്റംസ്. അതിനിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ വൈറ്റും ഗോൾഡനും ഒരു തീം വരുമ്പോൾ ഒരു മജന്നല്ല എന്തിലേക്കും. അങ്ങനെ ജഗും ഗ്ലാസും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഇപ്പോൾ ഈ പരിപാടി കഴിയുന്നത് ഉമ്മാൻ്റെ ഇളപ്പൻ്റെ പുള്ളീൻ്റെ. അപ്പോൾ ഇത് പിന്നെ ഒരു ഉമ്മാൻ്റെ ഇളപ്പൻ്റെ പുള്ളിയാണ്. ഒരല്ല ഞങ്ങൾ ഭയങ്കര നല്ലൊരു പിരിസത്തിലാണ്. അങ്ങനെ ഒരിങ്ങനെ ഇളപ്പൻ്റെ പുള്ളി എന്നുള്ളതല്ല, ഒരു നല്ല അതിനാട്ടി അടുത്ത പോലത്തെ ഒരു ഇതാണ് നമ്മ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതായത് അളപ്പൻ്റെ മോളെ കുഞ്ഞാന്ന്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കലാന്ന്. അതിനാട്ടി കുറച്ച് അപ്പുറം ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിലേ നമ്മളെ നിർബന്ധമായിട്ട് അവർ വിളിക്കും. അത് ഒരാളല്ല മാഷാ അല്ലാഹ് 6 ആളെയും വിളിക്കും. ഒരാൾ മിസ്സാവാൻ കാലം എല്ലാവരും വരണോ, നിങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഒരു മജ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നിട്ടില്ലേ എല്ലാവരും അവർ വിളിക്കലും. യോറൊന്നല്ല ആദ്യമൊക്കെ നമ്മളെ ഫാമിലിയിലുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു ഉത്സാഹമാണ്. അപ്പോൾ അത് അവളെ ജിമിക്കെല്ലാം ഇട്ടിട്ടില്ലേ നല്ല മജയിൽ നിന്നെ അവരെ കുഞ്ഞിനെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്നുണ്ട്, നല്ല മജയുണ്ട് ഇത് കാണാനെന്ന്. ഇതും ഒരു പുള്ളി തന്നെയാണ്, അളപ്പൻ്റെ ഉമ്മാൻ്റെ അളപ്പൻ്റെ പുള്ളിയാണ്. ഇതെല്ലാവർക്കും ഇത് അളപ്പൻ്റെ മോള്, പുള്ളിമക്കള്, മരുമക്കള് എല്ലാവരും ഇങ്ങനെ ആയിട്ടുണ്ട്. അവിടെ തന്നെ എല്ലാവരുടെ ഡ്രസ്സ് നല്ല ഉണ്ട്. മെറൂൺ തീമാന്നൂറ് ഇതാക്കിയത്. മെറൂണല്ലേ ഇതിൻ്റെ കളറ്, മറ്റേ പെർപ്പിളാ
പർപ്പിളല്ലേ അങ്ങനെ എന്തോ എനിക്ക് ഈ കളറെല്ലാം നല്ല മജയല്ലേ ഞാൻ നല്ല ഡ്രസ്സ് നല്ല ഇതായിട്ട് ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. ഇത് ഡിസൈനൊന്നുമല്ല, ഡ്രസ്സ് ഒരു റെഡി സ്റ്റിച്ചാക്കിയത്, സോറി റെഡി എടുത്തതെന്നല്ല പറയുന്നുണ്ടായിരുന്നു. നല്ല റേറ്റ് ഉണ്ടാവും, പക്ഷെ കാണാൻ നല്ല ഉണ്ടല്ലേ, ലുക്ക് ഉണ്ട് കാണാൻ. അങ്ങനെ ഇങ്ങനെ ഓരോ നമ്മൾ പെണ്ണുങ്ങൾ ഫസ്റ്റ് തന്നെ ഫോക്കസ് ആക്കുന്നത് ഡ്രസ്സല്ലേ അല്ലേ. അപ്പോൾ നല്ല നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ഡ്രസ്സ്, നല്ല ഫുഡ്, നല്ല മനുഷ്യന്മാർ, നല്ല സ്വഭാവം അങ്ങനെ. അപ്പോൾ നമുക്കില്ലേ ഫുഡ് കഴിക്കുന്നതിനേക്കാളെന്ത് ഫുഡോ സംഭവങ്ങളോ കാര്യങ്ങളല്ല, ഓരോ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് പോവാനും വരാനും ഉണ്ടാകാനും എല്ലാം തോന്നുന്നല്ലേ. അപ്പോൾ ഇത് ഓളും ഓളെ മോളാണ്, അപ്പുറത്തുള്ളത് മെരിയോനും, അങ്ങനെ ഞാൻ അങ്ങനെ. അപ്പോൾ കുറേ ആൾ ഞാൻ ഈ പരിപാടിക്ക് പോയിട്ട് ഇതിട്ടിട്ടാകുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആര് 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 നിൻ്റെ ആര് എന്നെല്ലാം. ഇതിൽ ഇടയിൽ നമ്മളെ വീഡിയോ നോക്കുന്ന കുറേ ആളുണ്ട് അവരുടെ ഫാമിലി. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ അളപ്പാൻ്റെ പുള്ളീൻ്റെ പരിപാടിയാണ് അല്ല ഞാൻ അങ്ങനെ. അപ്പോൾ നമ്മളപ്പോൾ ഒരുപാട് പേര് മുമ്പുണ്ടായിന് ഇടന്നെ ഉറപ്പന്നാണ് കുറച്ചപ്പുറം. പക്ഷേ ഇപ്പോൾ നമ്മൾ മുഗ്രാലായി യോറ് ഇപ്പോൾ ബദിരാനഗറാണ് ഇപ്പോൾ പരിപാടി ആയിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം ഇടം നിന്നിട്ട് പിന്നെ ഞാൻ പെരക്കന്നെ പോകാന്നിട്ട് ഇങ്ങനെ അർജൻറ്റിൽ വന്നത്. പക്ഷെ അടുക്കെത്തിയിട്ടാകുമ്പോണ്ട് ഇടത്തിണ്ടല്ലോ വിളിക്കുന്നത്. ഞാൻ എല്ലാവരോടും സീനാണ്ടിട്ടുണ്ട്, നീ ഇടുക്ക് വരുന്നാന്നല്ല കേട്ടിട്ട്. അങ്ങനെ ഞാൻ എന്താക്കി, നാളെ ഞായറാഴ്ചല്ല, സ്കൂളും ഇല്ല മദ്രസയും ഇല്ല. അങ്ങനെ നേരെ ഇടത്തിൻ്റെ ഇട പോയി. ഇടത്തിൻ്റെ ഇട പോയിട്ട് നമ്മൾ പ്ലാൻ ആക്കിയത് വേറെ, എങ്ങനെയോ നടന്നത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ. വീട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഒരു കാരനെ കാണിച്ചു തരാൻ നോക്കിയോ. ഉച്ചക്ക് കഴിച്ചിട്ടാ നിന്നെ കിട്ടാതെ എന്താ പറയാനാ. അതിപ്പോ കണ്ടില്ലേ ഫുഡ് കഴിക്കുന്നുള്ളത് പെരക്കാരന്, ഇപ്പുറത്തെ ഉണ്ടില്ലേ അത് ഓൻ്റെ അനിയനാന്ന് പറഞ്ഞാ. അപ്പോ പറയുന്നുണ്ട് വീഡിയോ ഓഫാക്കുക എന്നിട്ട് ഞാൻ വിഷം പറയാം. അങ്ങനെ അവിടെ ബിസി ആക്കിയിട്ട് എല്ലാം ആയിട്ടായതിനു ശേഷം നേരെ വന്നത് എടുക്കറിയോ ഏട്ടത്തിൻ്റെ അടുക്ക് തന്നെയാണ്, സീനത്തിൻ്റെ അടുക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ ബിസിയാക്കി അങ്ങനെ ഇങ്ങനെ ഉറങ്ങിയിട്ട് എണിച്ച് പിന്നെ ഇത് രാവിലത്തെ വീഡിയോന്ന്. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ എന്തുണ്ടാക്കുന്ന കടുമ്പ്, അങ്ങനെ ഓളും കടുമ്പ് തന്നെ ഉണ്ടാക്കി. കടുമ്പും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ മസാല ആക്കിയിട്ടുണ്ടോളൂ. അപ്പോൾ ഞാൻ ചെല്ലി ഇത്ര എന്തോ മസാല വേണ്ട, നീ ഇങ്ങനെ വേറൊരിയിൽ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നില്ലേ, ഉള്ളി തക്കാളി പച്ചമുളക് കറിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട ഒരു ഇതാണ് മസാല. അപ്പോൾ ഇതെനി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആക്കി എങ്ങനെ എന്ത് പണിയില്ല, ബീഫ് കറിയാ ചിക്കൻ കറിയാ വേണ്ടി വെക്കുന്നെങ്കിൽ ഇതിൽ നിന്നൊരു പകുതി ഇട്ടിട്ട് വെച്ചെങ്കിൽ എളുപ്പമായില്ലേ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവേ, നല്ല എളുപ്പമാകുന്നത് സംഭവം. അപ്പോൾ കിച്ചണെല്ലാം കച്ചറായിട്ടുണ്ട്, ആളെല്ലാം ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ പുറത്ത് നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴ എന്നില്ല ഇങ്ങനെ അടപ്പെട്ട മഴ വന്നിട്ടില്ലേ, കാറ്റെല്ലാം വന്നിട്ട് ഓളെ മറ്റേ പപ്പായൻ്റെ മേലെല്ലാം മറിഞ്ഞിട്ട് ഒരു ബക്കറ്റിൽ നിറച്ചുട്ട് വെച്ചിട്ടുണ്ട് പപ്പായനെ. മേരം അങ്ങനെ ഒന്നാകെ മറിഞ്ഞിട്ട് കുറേ പച്ചപ്പപ്പായ ഉണ്ട്. എന്തെങ്കിലും റെസിപ്പി ഉണ്ടോ എന്തെങ്കിലും ആക്കുന്നതെന്നല്ല ചോദിക്കുന്നുണ്ട് എന്നോട്. ഞാൻ റെസിപ്പി അല്ല നല്ല വറവാക്കുന്നല്ല വാങ്ങണ്ടാവും, മയക്ക് വറവാക്കി എങ്ങനെന്നല്ല ഇത് ബക്കറ്റിലിട്ട് വെച്ചിന്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് പോകുമ്പോൾ എടുത്തോന്നല്ലോ, പക്ഷെ എനിക്ക് വരുമ്പോഴൊക്കെ നമുക്ക് മറന്നിട്ട് പോയത് എന്നൊക്കെ പോയിക്കാനായിട്ടുണ്ടായിന്, എല്ലാം കൊണ്ടുപോയി അങ്ങനെ. അപ്പോൾ അങ്ങനെ പപ്പായൻ്റെ ചന്തവും ചെയ്യലും എല്ലാം നോക്കിയിട്ടായതിനു ശേഷം അവളപ്പോൾ എൻ്റെ മുറ്റത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ ഒരെല്ലാം കെട്ടുന്നതന്നല്ലേ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് സെയിലാക്കുന്ന ആരി നല്ല കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓളാണ് ഡ്രസ്സ് സെയിലാക്കുന്നത്, നൈറ്റി ഡ്രസ്സ് ഗൗണ് അങ്ങനെ ഇങ്ങനെ എല്ലാ പലവിധ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം എടുക്കലുണ്ട് അവളായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഇറ്റാകുമ്പോൾ വീഡിയോ എടുക്കാനേ കഴിഞ്ഞിട്ടില്ല നൈറ്റിൻ്റെ എല്ലാം. അപ്പോൾ അതാ ഒരു ചട്ടി ബീഫ് കറിയും ഒരു ചട്ടി കടുമ്പോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുമ്പോ എല്ലാം ആക്കിയിട്ടും തേഞ്ഞിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമുക്കെല്ലാം പത്തിലാന്ന് പേരോട് ചുട്ടത്. അങ്ങനെ പത്തില് ചായ കടുമ്പ് ബീഫ് കറി എല്ലാം ഒന്നാകെ റെഡിയാകുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോരാളെ കിച്ചണിലുണ്ട് ബിസി ആയിക്കൊണ്ടും അപ്പം ചുട്ടുകൊണ്ടും പിള്ളമാർക്ക് വിളമ്പി കൊടുത്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക, അതിൻ്റെ ഇടയിലും അതിന് വർക്ക് ഉണ്ടായിന്. ഇപ്പം അത് വർക്കിനെല്ലാം പോലുണ്ട് ബ്രൈഡലിൻ്റെല്ലോ. അപ്പോൾ ഫോണില്ലാതെ ഭയങ്കര ഇതായിനിപ്പോൾ. ഫോൺ ഓന് കൊണ്ടുപോയെങ്കിൽ നമുക്ക് ഓർഡറിൻ്റെ ആരെങ്കിലും വിളിച്ചെങ്കിൽ കിട്ടുന്നില്ല. ഒരു വീഡിയോ എടുക്കുന്ന ഫ്ലൈറ്റ് മോഡാക്കിയിട്ടല്ലേ കോൾ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓർഡറിൻ്റെ ആരെങ്കിലും വിളിച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു 10-15 വർക്കിന് അവന് പോയിന്. അപ്പോൾ ഞാൻ ഇനി പോകണ്ട, ഇത് ഫോൺ മേങ്ങിയതിന് ശേഷം എന്നെ പോകാമെന്നല്ല ചെല്ലിട്ട് അങ്ങനെ. അപ്പോൾ മൊഗ്രാൽ തന്നെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു വർക്കാണ്. അങ്ങനെ മൊഗ്രാൽ തന്നെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ പോയതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഫോണെല്ലാം മേങ്ങിയിട്ടായിട്ട് അവൻ്റെ വർക്ക് റീസ്റ്റാർട്ടാക്കും. ഓക്കെ. അപ്പോൾ ഇതെന്താ കഥയെന്നറിയോ, പിറ്റേസ് നമ്മൾ ആടുന്ന ഏട്ടത്തിൻ്റെ ഇടന്ന് പിന്നെ രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാമെന്ന് നീറ്റാ.
പിറ്റേ ദിവസം പറഞ്ഞില്ലേ വീണ്ടും സ്കൂളില്ല മദ്രസയില്ല ഫുള്ള് റെഡ് അലേർട്ട് എന്നല്ലോ. അങ്ങനെ നമ്മൾ നേരെ എന്താക്കി ഇപ്പം ഇരിക്കന്നെ വന്ന് ഇപ്പം എല്ലാവരും ഉണ്ട് പറയൽ. അങ്ങനെ കുറേ സജ്ജിക്കും ചായയും അപ്പന്നെ ചോറും പിന്നെ പയറ് കറി എന്ത് ഭവിച്ചത് ഉച്ചക്കേക്കുള്ളതും റെഡിയാക്കി രാവിലേക്കുള്ളതും റെഡിയാക്കി. അങ്ങനെ ഓരോരാൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൺ പണി എപ്പോഴും നമ്മൾ തന്നെ ഡ്യൂട്ടിയല്ലേ. അങ്ങനെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നമ്മളെ ക്വാർട്ടേഴ്സാണ് ഇത്. ക്വാർട്ടേഴ്സിൻ്റെ ഇടയിൽ നല്ല മഴ വരുന്ന അതിൻ്റെ മുകളിലേക്ക് തന്നെ പോകുന്നതില്ല നേരെ കാണുന്നത്. ഇത് നമ്മളെ ക്വാർട്ടേഴ്സ് കുറച്ച് താണ്ട് നമ്മളെ പോരെ കുറച്ച് പൊന്തിയിട്ട് അപ്പോൾ ആ കിച്ചണിൽ നേരെ ആ ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണെന്നറിയാം. ഓർക്ക് നമ്മളെ കാണുന്നില്ല, പക്ഷെ നമുക്ക് ഓറെ കാണുന്നു ഇങ്ങനെ പൊന്തിയിട്ടുള്ളതുകൊണ്ട് മുകളിലായിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ ഇത് സജ്ജിക്കുന്നതിൻ്റെ ഇടയിലൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ചൂട് സജ്ജിയും ചായയും എല്ലാം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ ചോറും വെക്കുന്നുണ്ട്. എന്തെങ്കിലും എൻ്റെ തന്നെ ഡ്യൂട്ടിയല്ലേ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ വേഗം തീർക്കാൻ നിന്നിട്ടില്ലേ ഒന്നിച്ചിട്ട് തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പയർ വേവിച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ പയ്യെ നമുക്ക് അതിനെന്തെങ്കിലും കറി വെക്കാമല്ലോ. അങ്ങനെ ആ ടൈമിൽ പിള്ളേരൊന്നും നോക്കിയാൽ കോട്ട് കൂട്ടിട്ട് മഴയിൽ ആർമാദിക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റെല്ലാം കൂട്ടിന് പുറത്ത് പോയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ പോയാറുണ്ട്, ഏടെ പോകണ്ടായിട്ട്. അപ്പോൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് കളിച്ചോണ്ടുണ്ട്. നല്ല മജയില്ല ഇങ്ങനെ കളിക്കാനല്ലേ. നമുക്കെല്ലാം പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നു ഇങ്ങനെ പിള്ളമാർ കളിക്കുന്ന കാണുമ്പോൾ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതിലിരുന്ന് ടേബിളിലൊന്നുമല്ല ഇരുന്ന് ഞാൻ അറിയാം കൊട്ടില്ലാന്ന് ഇരുന്നിട്ടുള്ളത്. മയൻ്റെ വ്യൂ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഏട്ടത്തി അനിയത്തിമാരും മക്കൾ ചെറിയ കുഞ്ഞു മക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെതാ പുറത്തെ മയൻ്റെ വ്യൂ നോക്കിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആങ്ങളെ കൂട്ടി പോയിട്ടുണ്ടായി കറങ്ങാൻ വേണ്ടിയിട്ട്. ഓനും ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഒരു 2 ദിവസത്തെ ട്രിപ്പ് എന്ന് തോന്നുന്നു, സ്കൂളൊന്നും ഇല്ല എന്നിട്ട് അങ്ങനെ പോയത്. അങ്ങനെ ഓന് രാവിലെ എത്തിന്. അങ്ങനെ ഓൻ്റെ ഊട്ടിയിലത്തെ കഥ പറച്ചിലും നമ്മളെ കഥ പറച്ചിലും അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വിഷയാക്കുന്നുണ്ട്. അപ്പോൾ ഓനും ഊട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ പറയുക കൊണ്ടുവന്നിനെ പെങ്ങന്മാർക്കെല്ലാം ഇഷ്ടം വന്നിട്ട് റസ്ക് വെറൈറ്റി റസ്ക് കാണുമ്പോൾ ഇല്ലേ മറ്റേ പേടയില്ലേ പേടയും റസ്ക് അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിന്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഒന്നിച്ചിട്ടില്ല നല്ല റൗണ്ട് റസ്ക് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലുള്ള അങ്ങനെ റസ്ക്കും ചായയും കഴിച്ചുകൊണ്ടുണ്ട്. പിന്നെ കഥ പറഞ്ഞുകൊണ്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൻ്റെ എല്ലാ സ്റ്റോറി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തെന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റായിൽ എനിക്കില്ലാതെ ഉണ്ടായി ഇൻസ്റ്റാ പുള്ളമാരെല്ലാം ചെല്ലുന്നുണ്ട്. ചേച്ചിയാണ്ടീൻ്റെ ഇൻസ്റ്റ ഉറങ്ങിക്കോണ്ടാഞ്ഞ് ആ ഉറങ്ങുന്ന ഇൻസ്റ്റാൻ്റെ ചേച്ചിയാണ്ടി എന്താക്കിയെന്നല്ല ചോദിച്ചിട്ട് ഇങ്ങനെ കഥ പറയുന്നുണ്ട്. അപ്പോൾ അതാ ചെറിയ പിള്ളേർക്ക് ഇതാന്ന് പരിപാടി അറിയാം. ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, എല്ലാവരും കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ തന്നെയുള്ള പീടിയിൽ തെച്ച പിള്ളമാരോട് ഭയങ്കര ഇതാണ് ആൾക്കറിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഉച്ചക്ക് റെഡിയാക്കി എന്താ പറയുക, ഒരു ചട്ടി ചോറും ഒരു ചട്ടി പയർ മഞ്ഞത്തണ്ണിയും പിന്നെ അച്ചാറ് പപ്പടം അതാണ് ഉച്ചക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കഥ എന്തെന്നറിയോ, ഇത് പിന്നൊരു വർക്കാഞ്ഞ് ഇത് മിതാദിനല്ല ഏട്ടത്തിൻ്റെ മോനിക്ക് റാഷന് ഓന് മഷാല കുറേ ആയി വർക്കിനല്ല പോയിട്ട് ഇപ്പോൾ വലിയ വർക്കെല്ലാം എടുക്കുന്നുണ്ട്. മിതാദ് ഇപ്പോൾ സ്റ്റാർട്ടായി എത്ര. അങ്ങനെ ഇത് എൻ്റെ അളമാൻ്റെ അനിയത്തിൻ്റെ നിക്കായിനും അങ്ങനെ ഓനക്കാഞ്ഞ് ഓർഡർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഓന് വീഡിയോസും ഓരോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇതാന്ന് എൻ്റെ അളമ 3 മക്കൾ മഷാല്ല. അങ്ങനെ ഓരോ വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടില്ലേ എഡിറ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് ഓനയുടെ പുരയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇത് ഓരോ ഫാമിലിയാണ്. അപ്പോൾ റാഷ് സ്റ്റോറീസ് എന്നാണ് ഓരോ ഇൻസ്റ്റാൻ്റെ പേര്. ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്കാക്കിയിട്ട് നോക്കാവേ. അങ്ങനെ മംഗലം, മൈലാഞ്ചി, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, തൊട്ടിലെട്ടൽ, സുന്നത്ത് എല്ലാ ഇതും എടുക്കലുണ്ടോന്. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശരി നമ്മൾ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടെല്ലാം വന്നിട്ടില്ല മിഞ്ഞാന്ന്. അപ്പോൾ അതിൻ്റെ നമ്മൾ ടോട്ടോമാളിന്ന് കുറച്ച് ഐറ്റംസ് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ട് നമ്മൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് ഏടുന്ന് എങ്ങനെയെന്നല്ലോ. ഇത് ടോട്ടോമാളിന്നാണ് മേങ്ങിയത്. ഇതിന് ക്ലാസ്സിന് 250 രൂപയ്ക്ക് 2 ഗ്ലാസ്. പിന്നെ ആ പാത്രം ഉണ്ടായിട്ട് ബൗള് അതിന് 800 അങ്ങനെ എന്തോ കൊടുത്തിന്. 850 അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. മറ്റേ ഗ്യാസിൽ സ്റ്റൗവിൽ വെക്കുന്നില്ല അതല്ല, ഇത് സ്റ്റൗവിൽ വെക്കാണ്ടുള്ളത്. എന്തെങ്കിലും ഒരു റെസിപ്പി ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെസിപ്പി ചെയ്യണമെന്നിരിക്കുന്നു. ഈ വേറെ ഓരോരോ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നു. ഒരു മാംഗോ റെസിപ്പി ആക്കാൻ ഞാൻ എത്ര ദിവസമായി അറിയോ വെയിറ്റ് ആക്കുന്നത്. പക്ഷെ കൈനേല ഓരോരോരോരോരോരോതായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം പുരയിൽ നിന്ന് പുരയിൽ നിന്ന് വന്ന് എന്നിട്ട് പിള്ളമാരെല്ലാം സ്കൂളിൽ പോയി. എന്നിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം മിതാദിൻ്റെ സ്കൂളിൽ കൂട്ടാനുണ്ടായിരുന്നു +1. അങ്ങനെ മിതാദ് തന്നെ രാവിലെ ഫ്രണ്ട്സിന് ഒരു ചങ്ങായിൻ്റെയൊക്കെ പോയിട്ട് അപ്ലിക്കേഷൻ സംഭവങ്ങളെല്ലാം അവിടെ സെറ്റാക്കിയിട്ടാകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് പേരൻസ് ഇല്ലാതെ കഴിയല, പേരൻസ് വേണം. അങ്ങനെ ഓനവിടെ ടോക്കനെല്ലാം എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ
ടോക്കനെല്ലാം എടുത്തിട്ടായതിനു ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ഒരു 4:30 ആ ഒരു ടൈമാകുമ്പോൾ പോയതാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾക്ക് ബാബിയുണ്ട് ഉമ്മുണ്ട് ഇപ്പോൾ വണ്ടിയിൽ നമുക്കൊരു മെരിച്ചെടുത്തും പോകാനുണ്ട് പോയിട്ട് വരുമ്പോൾക്ക്. അതല്ല അതിനാടി മിറ്റ് എന്താ പറയുമോ നോക്കിയത് ഇവിടെ എല്ലാവർക്കും ഹോട്ടലിലോട്ട് സെറ്റാകുന്നുണ്ട്. ഈടമയില്ല ഇത് കഴിഞ്ഞിട്ട് ഈടമയ നോക്കിയാൽ നമ്മ ഇങ്ങനെ വരുന്നിടത്ത് മഴയില്ല അതിൻ്റെ ഇപ്പുറത്ത് മഴ ഭയങ്കര അത്ഭുതമായിരുന്നത് ഞങ്ങൾക്ക്. അതിപ്പോൾ ഒരിടത്ത് ഉണ്ടാകുന്ന അങ്ങനെ പക്ഷെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ കാണുമ്പോൾ ബറന്നൊരിത് അങ്ങനെ നല്ല മഴയും നല്ല റോഡ്. പക്ഷേ ഇതിൽ എങ്ങനെ പൊളിയുമെന്ന് ചെല്ലാൻ കഴിയില്ല. അതൊക്കെ കിട്ടില്ല അറിയാലേ ഈ മറ്റേ പാലെല്ലാം കെട്ടിയിട്ട് കാണുമ്പോഴേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിയിൽ കൂടിയിട്ട് പോകാനാണ് ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നില്ല. ഓരോരു വീഡിയോസും ഓരോരോ ഫോട്ടോസും അത് ഇത് കണ്ടിട്ടാകുമ്പോഴേക്ക് അങ്ങനെ നമ്മൾ അടുക്ക് എത്തിയിട്ടുണ്ട്. കുറേ നേരം വെയിറ്റ് ആക്കിയിട്ടുണ്ടായി. നമ്മൾ ടോക്കൺ ടൈമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടായതിന് ശേഷം അവൻ്റെ മാർക്ക് ലിസ്റ്റ് പിന്നെന്ത് ആധാർ കാർഡ് കോപ്പി അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് അവിടെ വേണം. അതെല്ലാം കൊടുത്തിട്ട് എല്ലാം ഫില്ലാക്കിയിട്ടെല്ലാം അതിന് ശേഷം TCയും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടതിന് ശേഷം പിന്നെ നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത്. അങ്ങനെ നാളെ വരാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങിന്. എന്നിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേങ്ങാണ്ടായി നമുക്ക്. എന്നിട്ട് വന്നിട്ടായതിന് ശേഷം കുറച്ച് ഐറ്റംസ് എല്ലാം മേങ്ങിയിട്ടായിട്ട് ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു നാളേക്ക് ഒരു 30 ആളെ. അതിൻ്റെ ഞാൻ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. ഫോട്ടോ ഉണ്ടാകുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീടാവേ ഓരോന്ന് നമുക്ക് തിരക്കാൻ നമുക്കല്ലേ വീഡിയോ എടുക്കാനേ നമുക്കൊരു ഓർമ്മ ഉണ്ടാകുന്നില്ല. ഈ ബിയെ കൊടുത്തിറാന്നില്ലിട്ട് അങ്ങനെ ഒരു തിരക്കാക്കി കൊടുക്കലാന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ പൊരക്കെത്തുമ്പോൾ ഏകദേശം ഒരു 6 ഒരു 8 മണി ആ ഒരു ടൈം അതിനെന്ന് തോന്നും. അങ്ങനെ അതിന് ബ്രഷെല്ലാം മേങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ബ്രഷോടെ തന്നെയാണ് കളി അറിഞ്ഞാൽ അതിനെ തുറക്കുന്നു അടുക്കുന്നു തുടക്കുന്നു ബൈലോട്ടയിൽ തന്നെ വെക്കുന്നു എന്തെല്ലോ ആക്കുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അതിനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം സ്കൂൾ തുടങ്ങി എൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ പേരൻസ് ഉണ്ടായിന്. കുറേ ഉണ്ടായിന്. അങ്ങനെ രാവിലെ നമ്മൾ കൊണ്ടുപോയണമെന്ന് പറഞ്ഞു. ഫസ്റ്റിൻ്റെ അന്ന് നമ്മൾ പോയിട്ട് നമ്മളൊക്കെ തന്നെ വിട്ടതാണ്. പിന്നെ പിറ്റേ ദിവസം ഓറന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. ഇന്ന് സ്റ്റാർട്ടിങ് കഴിഞ്ഞു ക്ലാസ്. തിരക്കിൽ പോയിരുന്നത് ഉമ്മാമാർക്കെല്ലാം അങ്ങനെ ഒരു 9 മണിക്കെല്ലാം ഇറങ്ങാനൊക്കെ ഇതാന്നില്ല. പിള്ളമാരെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാം രണ്ടിനും സ്കൂളിൽ വിട്ട് ഓർക്കുള്ള ടിഫിനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഓരോന്ന് സെറ്റാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ മെഹദിനെ കൊണ്ടുവന്നിട്ടില്ല. മെഹദിനെ ബേബീൻ്റെ അടുത്ത് ചോളിൻ്റെ അടുത്താക്കിയിട്ട് പോയതാണ് ബാബിൻ്റെ അടുത്ത്. അങ്ങനെ മയതില്ലാണ്ട് വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു ആ ക്ലാസ്സിൽ എത്തിയില്ല ചോദിച്ചൊന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇതൊക്കെയാണ് സ്കൂളിനെ പറ്റി കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറഞ്ഞാൽ റാഗിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിച്ച വളരെ വിഷമം തോന്നുന്ന ഒരു അനുഭവമാണ് റാഗിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ടീച്ചർ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. മക്കളെങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ഈ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഓരോരോ അനുഭവം ആ ടീച്ചർ പറയുമ്പോൾ നമ്മളെന്നെ ഉള്ളിലൊരു പേടിയാണ്. എന്താവോ പഠിച്ചോനെ എന്നിട്ട് നമ്മളെല്ലാ മക്കളെയും കാക്കട്ടല്ലേ സോലിയായ മക്കളാക്കട്ടെ നമ്മളെല്ലാവരും മക്കളെയും. പ്രസംഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമൂസയും ചായയെല്ലാം കുടിച്ച് കുറേ നല്ല വയ്ക്കുന്നുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.